2026 ജാനുവരി മാസം കഴിഞ്ഞ് ഫെബ്രുവരിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി എപ്പോഴാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക? എത്രയോ വർഷങ്ങളായില്ലേ നിങ്ങൾ നീട്ടി വെക്കുന്നത്. അപ്പോൾ നീട്ടി വെക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ ഉപകാരം? നമുക്ക് ടെൻഷനാണ്. കാരണം അൺഫോർച്ചുനേറ്റ്ലി നാളെ നമ്മുടെ ഫാമിലിയിലോ നമുക്കോ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അന്ന് വരുന്ന ആ ചിലവുകൾ ആരാ വഹിക്കുക? നോബഡി ഈസ് ദ. നമ്മളെ മുന്നിൽ ഒരു ഓപ്ഷൻ ലോൺ എടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പണയം വെക്കുക എന്നുള്ളതാണ്. എത്ര കാലം നമ്മൾ ഈ ഒരു പേടിയോടെ മുന്നോട്ട് നീങ്ങും? ഡെഫിനറ്റ് ആയിട്ട് ഇന്നത്തെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ചെറിയ തുകക്ക് വേണ്ടി നമുക്ക് തുടങ്ങാൻ പറ്റും. നമുക്കൊരു EMI ഓപ്ഷൻസ് ഉണ്ട്. ഒറ്റയടിക്ക് തന്നെ ഒരു എമൗണ്ട് അടക്കണമെന്നില്ല. നമ്മളെ ഫാമിലിക്ക് കൃത്യമായിട്ട് അവരെ മൊത്തം പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള മസ്റ്റായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അതേപറ്റി വളരെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. യു ആർ എക്സ്പെർട്ടൈസ് ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച കുറേ കമ്പനീസുമായിട്ടാണ് അർമാൻ കൺസൾട്ടിങ് കണക്ട് ആയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി വി ക്യാൻ സപ്പോർട്ട് യു. വി ആർ ജസ്റ്റ് കോൾ അവേ ഫ്രം യു. താങ്ക് യു സോ മച്ച്.